ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പുഴയെന്ന് മണൽ പോരരുത്, പുഴയെന്ന് മണൽ പോരരുത്, ഭയങ്കര അപകടമാണ്, പുഴയെന്ന് മണൽ പോരരുത്, എല്ലാവരും ഇനി പാറപ്പൊടി ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞ് കോറിക്കാർക്ക് കൈ ഉണ്ടാക്കാനേ എന്തിനാവട്ടെ. അതൊക്കെ പാടം ഉണ്ടായിരുന്ന കുന്നുമത്തെ പാറൊക്കെ പൊട്ടിച്ച് പൊടിച്ച് വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ആ കുന്നും മലൊക്കെ പാടം ഒളിച്ചിറങ്ങി പുഴയിൽക്കും വന്ന് എപ്പൊ പറയുന്നത് ആ പുഴയെന്ന് മണൽ പോരെ, ആളല്ല മണൽ പോരെ. എന്താ ഈ ജാതി സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണം? എന്തെന്നാ പറയാ? ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും ക്രഷർ യൂണിറ്റുകൾക്കൊക്കെ അനുവാദം കൊടുത്തു, മണലെടുപ്പ് പൂർണ്ണമായി തടഞ്ഞു. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിലവിലുള്ള അവസ്ഥ. മഴ പെയ്തപ്പോൾ ക്രഷർ യൂണിറ്റുകൾ ഒക്കെ സ്ഥാപിച്ച് നല്ല രൂപത്തിൽ ഭൂമി പൊട്ടിച്ച് ഇളക്കി മറിച്ച് അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ മഴ പെയ്യുമ്പോഴാണ് ശരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഉരുൾപൊട്ടലുകളായിട്ട് അത് ഈ നദികളിലൂടെ തന്നെ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും നാട് നദികളായി മാറുകയും ഒക്കെ ചെയ്ത വളരെ സങ്കടകരമായ അവസ്ഥകളാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുഴകളിലെ മണലെടുപ്പ് അത് എന്താ പറയുക, നിരോധിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഇപ്പോൾ വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അത് വീണ്ടും തുടങ്ങുകയേ നിവൃത്തിയുള്ളൂ. എന്തായാലും മണലെടുപ്പ് പുനരാരംഭിക്കട്ടെ. എന്തായാലും പാറ പൊട്ടിക്കൽ പോലുള്ള പരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയായിരിക്കും പരിസ്ഥിതിക്കും മറ്റും നല്ലത്. ഭാവിയിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മറ്റെന്തു പറയാൻ.